ഖത്തറിൽ ടാക്സ് പിഴകളിലുള്ള ഇളവ് ഓഗസ്റ്റ് 31 അവസാനിക്കും. സമയപരിധിക്ക് മുൻപ് നികുതിദായകർ പിഴയിളവിന് അപേക്ഷിച്ച് സ്റ്റേറ്റസ് ശരിപ്പെടുത്തിയില്ലെങ്കിൽ കനത്ത പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ടാക്സ് അതോറിറ്റി ഓർമ്മപ്പെടുത്തി. 2025 ഫെബ്രുവരിയിലാണ് രാജ്യത്ത് ടാക്സുമായി ബന്ധപ്പെട്ട വീഴ്ചകൾക്ക് 100% ഇളവ് പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയത്. മാർച്ച് 1 മുതൽ നിലവിൽ വന്ന തീരുമാനം പ്രകാരം നികുതി റിട്ടേൺ സമർപ്പിക്കൽ, ടാക്സ് കാർഡ് രജിസ്ട്രേഷനിലെ കാലതാമസം എന്നിവയടക്കമുള്ള നികുതി സംബന്ധമായ വീഴ്ചകൾക്ക് ഈടാക്കിയിരുന്ന പിഴകൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഓഗസ്റ്റ് 31 ഈ ഇളവ് പൂർണ്ണമായും അവസാനിക്കും. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വരുത്തുന്നത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയാക്കുമെന്നും സമയപരിധിക്ക് മുമ്പ് തന്നെ നടപടികൾ പൂർത്തിയാക്കണമെന്നും ഓഡിറ്റിംഗ് വിദഗ്ധനും പൊതുപ്രവർത്തകനുമായ അബ്ദുൾ റൌഫ് കൊണ്ടോട്ടി 24-നോട് പറഞ്ഞു. ജനറൽ ടാക്സ് അതോറിറ്റി ടാക്സ് ഫയലിങ്ങിന് 31 ഓഗസ്റ്റ് വരെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് ഏപ്രിൽ 30 ആയിരുന്നു. 4 മാസം ഗ്രേസ് പീരീഡ് കൊടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ സമയത്തിനകം എല്ലാ ആളുകളുടെയും ടാക്സ് ഫയലിംഗ് നിർബന്ധമായും നടന്നിരിക്കണം. ഇല്ലെങ്കിൽ പ്രതിദിനം 500 റിയാൽ വെച്ച് അവർ പെനാൽറ്റി അടക്കേണ്ടി വരും. നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇതുവരെ ഉണ്ടായിരുന്ന ഡിലേ പെനാൽറ്റി ആയിട്ടുള്ള മുഴുവൻ തുകകളും അത് ഫുള്ളി വേവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഈ ടാക്സ് ഫയലിംഗ് നിർബന്ധമാണ്. അത് ചെയ്ത ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ആൻ അവർ, ഒരു മണിക്കൂറിനകം തന്നെ ആ പെനാൽറ്റി എല്ലാം റിമൂവ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് മലയാളികളടക്കമുള്ള ആളുകൾക്ക് നാളിതുവരെയായിട്ട് ഈ ടാക്സിൽ അവരുടെ ആ എക്സംഷൻ, ആ പെനാൽറ്റി എക്സംഷൻ അവർ കൊടുത്തിട്ടുള്ളത്. ഈ വർഷം ഇതുവരെ 900 ദശലക്ഷത്തിലധികം റിയാലിന്റെ സാമ്പത്തിക പിഴ ഇളവുകളാണ് ഇത്തരത്തിൽ അനുവദിച്ചതെന്നും ജനറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. 40,000 നികുതിദായകർക്കാണ് ഇതിന്റെ ഗുണഫലം ലഭിച്ചത്. സ്വമേധയാ നികുതി അടക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനും നികുതി സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നടപടി. കമ്പനികളുടെ മേലുള്ള സാമ്പത്തിക ബാധ്യതകൾ ലഘൂകരിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. അൻവർ പാലേരി, 24, ദോഹ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.